സുഹൃത്തുക്കളെ, ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മുടെ അന്വേഷണം കണ്ടെത്തുന്ന പറഞ്ഞ ഡാർവിൻ കുര്യാക്കോസിന്റെ ഈ ഒരു സിനിമയെക്കുറിച്ച്. ടൊവിനോ തോമസ് ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് ആ ഒരു സിനിമ കാണേണ്ടതിനെ കുറിച്ചും കാണണം, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര തിരക്കഥ എന്ന് മാത്രമാണ്. പക്ഷേ അതല്ലാതെ അതിന്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എത്തിപ്പെട്ടില്ല. എനിക്ക് ഇപ്പോൾ അതുകൂടി പറഞ്ഞു വെക്കണം എന്നുള്ള തോന്നൽ ഭാഗ്യമായിട്ടാണ് രണ്ടാമതൊന്നുകൂടി ആ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നത്. അങ്ങനെ കൂടി ആ ഒരു സിനിമയെ കാണണം എന്നുള്ള തോന്നൽ കൊണ്ടാണ്. ഈ ഒരു സിനിമ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 5ഓളം വിഷയങ്ങൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം പോലീസിനുള്ളിലെ ചില വഴക്കുകളാണ്. പോലീസിന്റെ അധികാര ശ്രേണിയെ കുറിച്ചിട്ടാണ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്ന കാര്യം കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പോലീസ് സേനയിൽ നിന്ന് അനുഭവിക്കുന്ന ചില പ്രഷറുകളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഒരു പ്രഷർ ഗ്രൂപ്പുകൾ എന്നാണ്. പലപ്പോഴും പ്രഷർ ഗ്രൂപ്പുകൾ ഈ പോലീസ് സേനയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഈ അന്വേഷണത്തിനെ സ്വാധീനിക്കാൻ തക്കതായിട്ടുള്ള നാട്ടുകാരുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ അധികാര ശ്രേണിയിലുള്ള മന്ത്രിമാരുടെ MLA-മാരുടെ ഇടപെടലുകളോ ഒക്കെ ഇത്തരം കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അത് ആ ഒരു കൊലപാതക കേസുകളാണെങ്കിൽ ആ ഒരു കൊലപാതക കേസിൽ ഉന്നതന്മാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അറിയുന്നവരോ അല്ലെങ്കിൽ ചില പാർട്ടിയിലുള്ള ആളുകളോ ആരെങ്കിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഇടപെട്ട ആളുകളെ എങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പോലീസിന്റെ ഒരു ചുമതലയായിട്ടൊക്കെ മാറുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ ചില ആളുകളെ പ്രതിയാക്കി നിശ്ചയിക്കുകയും അവരെ ഈ അധികാരത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിസ്സഹായരായിട്ടുള്ള ആളുകളെ പിടിക്കുകയും പ്രതി ചേർക്കുകയും അവസാനം അധികാരത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന സംഗതികൾ. രണ്ടാമതായിട്ടുള്ള ഇതിൽ സഭാ തർക്കമാണ്. കൃത്യമായിട്ടും ഏത് സഭയാണ്, ഏത് ക്രിസ്ത്യൻ സഭയാണെന്ന് പറയുന്നില്ല. പക്ഷേ സഭാ തർക്കത്തെ കുറിച്ചിട്ടും ഈ സഭകൾക്ക് നമ്മുടെ അധികാരത്തിലുള്ള നമ്മുടെ ഭരണത്തിലുള്ള അവരുടെ കൈകളെ കുറിച്ചിട്ടും അവർക്ക് അതിൽ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടും ചില ആൾക്കാരെ നേരേക്ക് അന്വേഷണമൊക്കെ മുന്നേറിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് മന്ത്രിസഭ പോലും താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ചില തോന്നലുകളേക്കൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സഭാ തർക്കവും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നത് ഈ സിനിമയിലും. ഒരുപക്ഷെ ഇതിനെതിരെയും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊലപാതക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ളിലേക്കെല്ലാം ഈ സഭകൾ എടുത്തിടുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് എടുത്തിടുന്നത് എന്ന് പറയുന്ന രീതികളൊക്കെ ചിലപ്പോൾ സംശയങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതോടെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ നമ്മൾ അവസാനിക്കുന്ന സമയത്ത് സിനിമ കൃത്യമായിട്ട് ചില കൊലപാതകത്തിന്റെ കാരണമായിട്ട് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്. നമ്മുടെ കാസ്റ്റ്, ക്ലാസ്, ജാതി കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം ജാതി കൊലപാതകങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നും ജാതി കൊലപാതകങ്ങൾ പലപ്പോഴും സ്വജാതിയിൽപ്പെട്ട ഒരാൾക്ക് തന്റെ മകൻ വേറൊരു ജാതിയിൽപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുമ്പോൾ തന്റെ ജാതിയെ സംരക്ഷിക്കാൻ, തന്റെ കുലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊലപാതകം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, തന്റെ ജാതിയാണ് എല്ലാത്തിനേക്കാൾ വലുത് എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകളുടെ മനോഭാവം, ആ ഒരു മനോഭാവത്തെ കൃത്യമായിട്ടും അഡ്രസ് ചെയ്യാനും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടി സിനിമയുടെ ഭാഗമായിട്ട് ഡാർവിൻ കുര്യാക്കോസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കൂടി ഒരു സിനിമയെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സിനിമ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും കണ്ടവരോടാണ്, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എഴുതാൻ ശ്രമിക്കണേ. ഇത്തരം വിഷയങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.